എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. 2025 ഫെബ്രുവരി മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തെ റേഷൻ വിതരണം നീട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നാളെയാണ് ബജറ്റ് നടക്കാൻ പോകുന്നത്. ഒരുപാട് പ്രതീക്ഷകളാണുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം സമ്പൂർണ്ണ ബജറ്റാണ് നാളെ നടക്കാൻ പോകുന്നത്. പൊതു ബജറ്റിൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധനവാണ്. ഇല്ല എങ്കിൽ അതിലേക്ക് കൂടുതൽ തുക വകയിരുത്തുന്നുണ്ടോ എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് കാർഡ് കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപിച്ചതാണ്. അതിലെ ചികിത്സ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങുന്നതിന് വേണ്ടി സംസ്ഥാനങ്ങൾ ഈ ഒരു വിഹിതത്തിലേക്ക് കൂടുതൽ തുക വകയിരുത്തുമോ എന്നുള്ളതും നമ്മൾ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നാളെ നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് എന്നുള്ളത് വളരെ ആകാംക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. ജനുവരി മാസത്തെ റേഷൻ ഫെബ്രുവരി 4-ാം തീയതി വരെ വാങ്ങാവുന്നതാണ്. 5-ാം തീയതി റേഷൻ കട അവധിയായിരിക്കും. അതിനുശേഷം ഫെബ്രുവരി 6-ാം തീയതി മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. ഓരോ കാർഡിനും മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയും, റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും, മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ടയും, നീല റേഷൻ കാർഡിന് 2 കിലോ അരി 4 രൂപ നിരക്കിൽ ഓരോ വ്യക്തിക്കും, സ്പെഷ്യൽ അരി 3 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും, വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും, ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലുമാണ് ഫെബ്രുവരി മാസത്തെ റേഷനായിട്ട് ലഭിക്കുന്നത്. ഇനി ഫെബ്രുവരി മാസത്തിൽ തന്നെയാണ് ഭാരത് അരി വിപുലമായിട്ട് വിതരണം ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളത്. 34 രൂപ നിരക്കിലാണ് ഭാരത് അരി കേന്ദ്രം വിതരണം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചെറുവാഹനങ്ങളിൽ എത്തിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നു എന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു ആൾക്ക് 20 കിലോ അരി ഒരേ സമയം വാങ്ങാൻ കഴിയുന്നതാണ്. 680 രൂപയ്ക്ക് 20 കിലോ അരി ലഭിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എല്ലാ സ്ഥലത്തുനിന്നും ഇത് ലഭിക്കുകയില്ല എന്നുള്ളതും വളരെ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. എല്ലാവർക്കും ലഭിക്കുന്നില്ല. ഈ വാഹനം കാണുന്ന സമയത്തുള്ള ആളുകൾക്ക് മാത്രമേ വാങ്ങാൻ കഴിയുന്നു എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. മറിച്ച് റേഷൻ കടയിലൂടെയോ അല്ലെങ്കിൽ സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് വാങ്ങാൻ കഴിയും. ജനുവരി മാസത്തെ റേഷൻ ഫെബ്രുവരി 4-ാം തീയതി വരെ വാങ്ങാവുന്നതാണ്. 5-ാം തീയതി റേഷൻ കട അവധിയായിരിക്കും. അതിനുശേഷം ഫെബ്രുവരി 6-ാം തീയതി മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും ബൈ.